ലോക്ക്ഡൌൺ ഇന്ത്യയിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ വാഹനങ്ങൾ ഇന്ധനം നിറച്ചു വെക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പുതിയ വീഡിയോയുടെ ഒരാൾ നമ്മളോട് പറയുന്നത്. ആ വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയാണ്. പല കുടുംബ ഗ്രൂപ്പുകളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലോക്ക്ഡൌണിന് നേതൃത്വം നൽകുന്നുണ്ടോ കേന്ദ്ര സർക്കാർ? ഇറാൻ ഇസ്രായേൽ യുദ്ധം ആസന്നമായി അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു വീഡിയോയ്ക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന തിരിച്ചറിവിലൂടെ ആ ഒരു ബ്ലോഗർ ഇത്തരമൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്നോ പാർലമെന്റിലോ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ ആ വീഡിയോയിൽ കാണിക്കുന്ന മോദി പ്രസംഗിക്കുന്ന രംഗങ്ങളൊക്കെ കോവിഡ് സമയത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ ചേർന്ന പാർലമെന്റ് സഭയിലെ ചില വിഷയങ്ങൾ ഓൺലി സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് കാണിക്കുന്ന ആ വീഡിയോ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പുതിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ട് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വ്യാജ പ്രചാരണം അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും വ്യാജ പ്രചാരണമാണ്. ഇങ്ങനെ ഒരു ലോക്ക്ഡൌണോ മറ്റുള്ള അടിയന്തരാവസ്ഥയോ പ്രഖ്യാപിക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാരിന് ഉദ്ദേശമില്ല. അത്രത്തോളം മോശം അവസ്ഥയും നമ്മുടെ ഇന്ത്യയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തോതിലെ വിമർശനം ഉണ്ടാകും. പക്ഷേ ഇത്തരം ജനദ്രോഹമായ ഒരു നടപടിയിലേക്ക് ആസന്നമായിട്ട് കേന്ദ്ര സർക്കാർ അടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള യാതൊരു വിവരവും ഒരു മീഡിയയിലോ ഒരു വിശ്വസനീയമായ കേന്ദ്രങ്ങളിലോ ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ വീഡിയോ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശയദാരിദ്ര്യം ഉൾപ്പെടുന്ന ഒരുപാട് ബ്ലോഗർമാർ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഒരാൾ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജ വീഡിയോ ആണ് വിഷ്വൽസിൽ മോഡിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിനെ കാണിച്ചുകൊണ്ട് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭയക്കണം, ജാഗരൂകരായിരിക്കുക, നമ്മൾ വാഹനങ്ങളിൽ ഇന്ധനം നിറച്ചു വെക്കുക, വീട്ടിൽ ഭക്ഷണങ്ങൾ കരുതുക, അരിയാഹാരങ്ങൾ കരുതി വെക്കുക തുടങ്ങിയ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ മിതമായ രീതിയിൽ സൂക്ഷിച്ചു വെക്കണമെന്നും കരുതിയിരിക്കണമെന്നുള്ള ഒരു ആഹ്വാനത്തോടു കൂടി തയ്യാറാക്കിയ ഒരു വീഡിയോ. ഇന്ന് ആ വീഡിയോ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നു, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇങ്ങനെ കത്തിപ്പടരുകയാണ്. കാണിക്കുന്ന വിഷ്വൽസിനോടൊപ്പം ഒരു സ്ക്രീൻഷോട്ടും കൂടി കാണിക്കുന്നുണ്ട്. അത് ഇന്ത്യ ടുഡേയുടെ ഒരു ഭാഗം അതിൽ എഡിറ്റ് ചെയ്ത് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അത് ലേറ്റസ്റ്റ് 2026 എന്ന ഒരു വർഷത്തിൽ പാർലമെന്റ് സഭ ചേർന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യാജ സ്ക്രീൻഷോട്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ തയ്യാറാക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ആശങ്കാരഹിതമായി ജീവിക്കേണ്ട ആ സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോഴില്ല. ഇതൊരു വ്യാജ പ്രചാരണമാണ്. ഇത്തരം വ്യാജ പ്രചാരണം നടത്തിയാൽ അത് സ്വാഭാവികമായിട്ട് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ നമ്മുടെയൊക്കെ അറിവുള്ളിടത്തോളം കാലം ഇപ്പോൾ ഞങ്ങൾക്ക് മാധ്യമരംഗത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ രംഗത്ത് കുറച്ചെങ്കിലും സജീവമായിട്ടുള്ള ആളാണ്. ഇതിനെക്കുറിച്ച് ഗ്രഹിച്ച് പഠിച്ചപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പാർലമെന്റിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുക ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ തീർത്തും വ്യാജ പ്രചാരണമാണെന്ന് എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. ജയിക്കുന്നു.